ആൽബസ്റ്റിൽ പോകണമെന്ന്. ഓ, അത് ഊഷ്ണി കിട്ടുമല്ലോ. എനിക്ക് ഇഷ്ടമല്ല ഗാലവേഷൻ, പന്ന ബീച്ച. ഒന്നിനും കൊള്ളാന്നില്ല, ഒരു വൃത്തിയും വരെയില്ല. ചുമ്മാ ഫ്രീസറിൽ വെച്ച മീനല്ലാത്ത ഈ നമ്മുടെ ഇവിടുത്തെ മീൻ മാർക്കറ്റിൽ പോയി മേടിക്കുന്ന മീൻ പോലത്തെ അതവിടെ ഇവിടുത്തെ കൂടെ ഒന്നും കിട്ടത്തില്ല. ഗാലവേഷൻ നമ്മുടെ നാട്ടിലെ കൂടെ ഒന്നുമല്ല ഇവിടെ. ട്രോളിങ് ബോട്ടെ വന്നാൽ ഉടനെ ഫ്രീസറിൽ കയറ്റി വെച്ച് ട്രെയിലറെ കയറ്റി അങ്ങ് അടുത്ത സ്റ്റോറേജിലേക്ക് പോകും. അല്ലാതെ ഇവിടെ കരയിലൊന്നും മീൻ ഇറക്കി എണ്ണുന്ന പരിപാടി. ഐസിലിട്ട് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് തരത്തിന്റെ കയ്യങ്കാലും വെച്ച ഞാനിതുവരെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന അറിയാമോ? അപ്പൊ നല്ല പോയി നല്ല മീൻ വാങ്ങി അമേരിക്കക്ക് ഞാൻ കൊണ്ടുപോകത്തില്ല. ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ മണ്ട്. നമുക്ക് എന്തിനാ ഈ വാട്ടർ വീട്ടിൽ കിണർ കുത്തിയാൽ പോരെ? നീ അതും ചോദിച്ചു. എന്തിനാ വീട് കിണറ്റ് വീഴാനേ? അവിടെ തന്നെ പേട്ട് വീടാ, തടി വീട്. കേട്ട് വീട് മര്യാദയ്ക്ക് ഇവിടുത്തെ പോലത്തെ ഒരു വീട് അവിടെ വെക്കണമെങ്കിലുണ്ടല്ലോ, ആധാരം വെക്കുന്നില്ല. ഓ വേണ്ടേ? $2 ലക്ഷം. $2 ലക്ഷം. അതൊരു PT GC ആയിട്ടുണ്ടാകും. സാധാ വീടിന് $1 ലക്ഷം ആവും, പിന്നെ $2 ലക്ഷം ഉണ്ടായി. $2 ലക്ഷം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് പോയപ്പോൾ ഞാൻ ഈ സാറ്റലൈറ്റ് വഴി എടുത്ത പിക്ചർ കണ്ടു. മറ്റേ നാസയുടെ എന്തോ സാറ്റലൈറ്റ് വഴി എടുത്ത് ഗൂഗിൾ എർത്ത് വഴി അവിടുത്തെ റോഡും കാര്യങ്ങളും ഒക്കെ കുറേ കണ്ടു. പണ്ട് ശരിക്കും പറഞ്ഞ ആൾക്കാരെ വരെ കാണാമായിരുന്നു. അതൊക്കെ നിർത്തിക്കാണോ അവര്? അത് നിർത്തി. അതിനൊക്കെ ഹൈ സ്പീഡ് വേണം ഇന്റർനെറ്റ് ആൾക്കാരെ കാണണമെങ്കിൽ. ഡൗൺലോഡ് അല്ലേ, ഒരു 10 മിനിറ്റ് കാണുമ്പോഴേ 100 MB ഡൗൺലോഡ് ചെയ്യും. ഇല്ല, പക്ഷെ ഇതത്രയും എന്തെങ്കിലും 100 MB ഡൗൺലോഡ്. ഗൂഗിൾ എർത്തൊക്കെ അത്രയും പോകും. അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യില്ലേ? ഞാൻ അത്രയും ഇത് വെർച്വലായിട്ട് കയറും. മൈക്രോസോഫ്റ്റിന്റെ MSN വെർച്വൽ എർത്ത് ഗൂഗിൾ എർത്തിനേക്കാളും കിടലോ. റൂഫിന്റെ മണ്ടയ്ക്ക് ഇല വരെ കാണാം. ഇതുപോലെ കാണാം. റൂഫിന്റെ മുകളിലത്തെ ഇല വരെ കാണാം. ആളെ കാണാമോ? വെർച്വൽ എർത്ത് അല്ലേ MSN? വെർച്വൽ ഒറിജിനല് ഗൂഗിൾ എർത്തിനേക്കാളും കിടലോ. പക്ഷെ എന്നാലും വെർച്വൽ അല്ലേ? വെർച്വൽ എന്ന് പറഞ്ഞാൽ ഫോട്ടോ പോലെ. ഈ പറഞ്ഞ പോലെ ഗൂഗിൾ എർത്തിൽ കാണുന്ന പോലെ. അതിനകത്ത് ആൾക്കാരെ കാണാൻ പറ്റില്ലല്ലോ. അതൊരു സമ്മതിക്കുന്നില്ലല്ലോ, എല്ലാവരും തട്ടാനൊക്കെ നോക്കുക. ഒത്തിരി പ്രൈവസി കാര്യം പണ്ട് കാണാമായിരുന്നു. പണ്ട് കാണാറുണ്ട്. നീ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കലാമിനെ ഒക്കെ കണ്ടെന്നില്ലേ പുള്ളി കയ്യിലേക്ക് കൊടുത്ത് രാഷ്ട്രപതി കൂടെ നടക്കുന്നത്. പുള്ളി പ്രശ്നമാക്കി. പുള്ളി പറഞ്ഞൊരു വെടിക്കെട്ട് വിടാൻ പോലും വരെ സമ്മതിക്കും. ചെയ്യാനാണ്. എന്തായാലും ഞാൻ അടുത്ത റോഡുകളും കാര്യങ്ങളൊക്കെ കുറേ ഹൈവേ 90 സാനിൻ സ്ട്രീറ്റ് മെഡിക്കൽ സെന്റർ. സാനിൻ സ്ട്രീറ്റ് അവിടെ ഒരു കറമ്പന്മാരുടെ ഏരിയ ആണോ? അവിടെയല്ലേ ഈ മെത്തഡിസ്റ്റ്? അത് അവിടെ ഡൗൺ ടൗൺ ആണ് കേട്ടോ സാനിൻ സ്ട്രീറ്റ്. അത് തന്നെ അവിടെ ബസ്സൊക്കെ കിട്ടും. അവിടെയാ സാനിൻ സ്ട്രീറ്റ്. പിന്നെ എന്നാ മെഡിക്കൽ സെന്റർ MD ആൻഡർസൺ. പിന്നെ നിങ്ങൾക്ക് 2 പേർക്കും ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാമല്ലോ. നിങ്ങൾക്ക് ലൈസൻസ് 2 പേർക്ക് ഒരു ഹോസ്പിറ്റലോ വേണോ? വേണോ? വീട്ടിലെ ഒരുമിച്ച് ജോലി സ്ഥലത്തും കൂടി ഒരുമിച്ച് വേണോ? വേണ്ട, ഹോസ്പിറ്റലിൽ മതി. എല്ലാ ഹോസ്പിറ്റലും ഒറ്റ കോമ്പൗണ്ടറാണല്ലേ അവിടെ. ഓ, ആ ഒരു മെഡിക്കൽ സെന്റർ എന്ന് പറയുന്നത് എല്ലാം MD ആൻഡർസൺ പുറകിൽ, ഈ മെത്തഡിസ്റ്റ് മുന്നിൽ, തൊട്ടപ്പുറത്ത് വേറെ ഒരെണ്ണം, തൊട്ടിപ്പുറത്ത് വേറെ ബ്രാഞ്ച് ഉണ്ട്. അവിടെ മത്സരമാണ്. മെമ്മോറിയൽ ഹെർമനും മെത്തഡിസ്റ്റും MD ആൻഡർസണും എല്ലാത്തിനും ഇഷ്ടം പോലെ ബ്രാഞ്ചാണ് എല്ലാ മൂലയിൽ. മെമ്മോറിയൽ ഹെർമനാ ഫേമസ്. ഹെർമൻ മെമ്മോറിയൽ ഹെർമൻ. MD ആൻഡർസണൊന്നും സൂപ്പറല്ലേ? പഴയമ്പുണ്ട്. ബെസ്റ്റ് ഏതാ? ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മെമ്മോറിയൽ ഹെർമൻ. പക്ഷെ ഓരോന്നിന്റെ സ്പെഷ്യാലിറ്റി ഇല്ല. ഇപ്പോൾ MD ആൻഡർസൺ ആണെങ്കിൽ ക്യാൻസറിന് മാത്രമല്ല. മെമ്മോറിയൽ ഹെർമൻ ഉണ്ട് ക്യാൻസർ ഉണ്ടോ? മെത്തഡിസ്റ്റ് എന്തിനാ സ്പെഷ്യാലിറ്റി? കാശ് വെച്ച്
മേഡം വൈഫ് എവിടെയായിരുന്നു? ഏത് വാൾഗ്രീൻസിലായിരുന്നു? പുള്ളിക്കാരെ എന്താ ഇത് എവിടെയാ സ്ഥലം? എൻ്റെ പേരെന്തായിരുന്നു? വില്യം സ്ട്രൈസ്. വില്യം സ്ട്രൈസോ? അപ്പോൾ വൈഫ് ഇപ്പോൾ പ്രീ ഫാർമസി കോഴ്സാണ് കഴിഞ്ഞത്. ഇനിയിപ്പോൾ തീർക്കണം ഇത്. അപ്പം ഇനിയിപ്പോൾ 4 കൊല്ലം കൂടി പഠിക്കണോ? പിന്നെ ശരി. അത് ഞാൻ വിചാരിച്ചു അന്ന് ഫാർമസിസ്റ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ചു. ഇല്ലല്ല, പഠിച്ചോണ്ടിരിക്കുക. PhD ചെയ്യണമെന്ന് അവിടെ മൊത്തത്തിൽ ഇത് ഡോക്ടറേറ്റ് പ്രോഗ്രാമാണല്ലേ? അവിടെ എല്ലാം ഒറ്റ അടിക്കുക. നമ്മുടെ ഇതാണേലും BPT ഇല്ല, കംപ്ലീറ്റ് MPT. ഹ്യൂസ്റ്റണിലെ കുറേ ടീംസ് ഉണ്ട്. ഞങ്ങളുടെ കോളേജ് പഠിച്ച ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ഒരുത്തുണ്ട്, ബുദ്ധിരാക്ഷസൻ, ആ ഒരു അങ്കുഷ് ഭാർഗവ എന്നൊക്കെ പറഞ്ഞൊരു ടീം. അവന്മാരൊക്കെ ഹ്യൂസ്റ്റണിലാണ്. യൂണിവേഴ്സിറ്റി എന്താ? യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ്. അല്ല, ഇവിടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഈ മിടുക്കന്മാർക്ക് കൂടെ ഭയങ്കര ഡിമാൻഡ് അമേരിക്ക. വലിയ പരിപാടികളൊക്കെയാണ് ഹ്യൂസ്റ്റണിലുണ്ട്. അമേരിക്കയിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ ശരിക്കും ഉയർന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അവിടെ എന്തുകൊണ്ട് ഈ കോളേജിൽ ഇവിടെ ലെക്ചറിങ്ങിന് കാശ് കൂടുതൽ, ഇവിടെ ക്ലിനിക്കിൽ കാശ് കുറവ്.